ഇറാൻ വീഴ്ചയിലേക്ക് എത്തി നിൽക്കുമ്പോൾ യുദ്ധം ജനങ്ങൾ കരുതുന്നതിലും വേഗം അവസാനിക്കുമെന്ന് നെതന്യാഹു. മാത്രമല്ല, ഇറാനുമായുള്ള സംഘർഷത്തിലേക്ക് യുഎസിനെ ഇസ്രായേൽ കൊണ്ടുവന്നുവെന്ന ആരോപണങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിനോട് ആർക്കെങ്കിലും എന്ത് ചെയ്യണമെന്ന് പറയാൻ കഴിയുമോ എന്നും നെതന്യാഹു ചോദിച്ചു. ഇറാൻ സംഘർഷം ജനങ്ങൾ കരുതുന്നതിലും വേഗം അവസാനിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. ഹോർമുസ് അടയ്ക്കാനുള്ള ഇറാന്റെ ഏതൊരു ശ്രമവും പരാജയപ്പെടുത്തുമെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമുസ് അടയ്ക്കുമെന്ന് പറഞ്ഞ് ഇറാൻ ലോകത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് വിലപ്പോകില്ലെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ 20 ദിവസത്തെ യുഎസ് ഇസ്രായേൽ വ്യോമാക്രമണത്തിന് ശേഷം ഇറാന് യുറേനിയം സമ്പുഷ്ടമാക്കാനോ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനോ ഉള്ള ശേഷി ഇല്ലാതായി. നമ്മൾ വിജയിക്കുകയാണ്, ഇറാൻ നശിപ്പിക്കപ്പെടുകയാണ്. ഇറാന്റെ മിസൈൽ ഡ്രോണുകളുടെ ആയുധശേഖരം വൻതോതിൽ നശിപ്പിക്കപ്പെടുകയാണെന്നും അത് നശിപ്പിക്കപ്പെടുമെന്നും നെതന്യാഹു പറഞ്ഞു. ഈ മിസൈലുകൾ നിർമ്മിക്കുന്നതിനും അവർ നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനുമുള്ള ഘടകങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികളെയാണ് നമ്മൾ ഇപ്പോൾ നശിപ്പിക്കുന്നത്. ഇറാന് ഇനി യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള ശേഷിയില്ലെന്ന തന്റെ വാദത്തിന് നെതന്യാഹു തെളിവ് നൽകിയില്ല. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ വ്യോമാക്രമണം നടത്തിയതോടെ പരാജയപ്പെട്ട മധ്യസ്ഥ ചർച്ചകളുടെ കേന്ദ്രബിന്ദു ഇറാന്റെ ആണവ പദ്ധതിയായിരുന്നു.